പർദ്ദയിട്ടുകൊണ്ട് നടക്കുന്ന പെങ്ങള്, തലയിൽ തുണിയിടാത്ത എത്രയോ പെണ്ണുങ്ങളുണ്ടടോ, എത്രയോ ഉമ്മമാരുണ്ടടോ. അവർക്ക് ഇതൊക്കെ ഒരു ആഘോഷമാണടോ, ഒന്ന് കറങ്ങാൻ കിട്ടുന്ന ചാൻസ് ആണടോ, പലരെയും കാണാൻ പറ്റുന്ന അവസരമാണടോ. അവർക്കതൊന്നും കുഴപ്പമില്ലടോ. ഒരു പെണ്ണിന്റെ ഒരു മുടി പോലും ഔറത്താ പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാ. മുത്തുനബി അവിടെന്ന് പറഞ്ഞല്ലോ, മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂല് കണ്ടല്ലോ. മിഅ്റാജ് രാവിൽ എന്ന് പറയുന്ന ഒരു പാട്ട് തന്നെ അറിയാമല്ലോ. അല്ലാഹുവിന്റെ റസൂല് മിഅ്റാജിന്റെ രാത്രിയിൽ ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടത് പെണ്ണുങ്ങളെയാ. സഹോദരിമാരെ, പെങ്ങള്, തലമറക്കാതെ നടക്കുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണുങ്ങളുടെ തലയിൽ ഒരു പൊപ്പി വെച്ച് കൊടുക്കുകയാ, ഒരു തൊപ്പി വെച്ചു കൊടുക്കുകയാണ്. നരകത്തിന്റെ തീയാലുള്ള തൊപ്പി. അല്ലാ, തലച്ചോറ് മുഖത്തുകൂടെ ഒഴുകും പെണ്ണ്. കള്ളു കുടിച്ചവന്റെ ശിക്ഷയല്ല, വ്യഭിചരിച്ചവന്റെ ശിക്ഷയല്ല, സിഹ്ർ ചെയ്തവന്റെ ശിക്ഷയല്ല, ശിർക്ക് ചെയ്തവന്റെ ശിക്ഷയല്ല. പെങ്ങളെ, അല്ലാഹു തലയിൽ ഒരു തൊപ്പി ധരിപ്പിക്കുകയാണ്. ശരീരം മുഴുവനും മുഖത്തുകൂടെ തലച്ചോറ് വരെ ഇങ്ങനെ ഒഴുകുകയാണ്. ഇവര് ചെയ്ത പാപം എന്തെന്നറിയോ? തലമറയ്ക്കാതെ നടക്കുന്ന ഉമ്മ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷയാണെന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ ഇന്ന് നാണമെന്ന് പറയുന്നതില്ലടോ. അതാണിനുമില്ല, പെണ്ണിനുമില്ല, പ്രായമുള്ളവർക്കുമില്ല, ചെറുപ്പക്കാർക്കുമില്ല. പഠിച്ചവനെ, എന്തേ മുസ്ലിമേ ലജ്ജയില്ലാതെ പോയത്? ലജ്ജയില്ലാതെ പോയത് ഔറത്ത് തുറന്നിട്ടുകൊണ്ട് പരസ്യമായി നടക്കുകയാണ്. പണ്ട് തെറ്റു ചെയ്യാൻ നമുക്കൊരു പേടിയായിരുന്നടോ. ഒരു ഫോട്ടോ എടുക്കാൻ പെണ്ണുങ്ങൾക്ക് പേടിയായിരുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ വരാ പേടിയായിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ഇന്ന് കാണിക്കുന്ന പേക്കൂത്തുകളുണ്ടല്ലോ, അവര് ഫർദ് ധരിച്ചുകൊണ്ട് ഹിജാബ് ഇട്ടുകൊണ്ട് എന്തെല്ലാം പേക്കൂത്തുകൾ കാണിക്കുകയാണ്. ബീച്ചിൽ പോയാൽ, കടപ്പുറത്ത് പോയാൽ, ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് മറിയടോ, ആണുങ്ങളും പെണ്ണുങ്ങളും കാണിക്കുന്നത് കണ്ടാ വല്ലാത്ത സങ്കടമാണ്. പണ്ടൊക്കെ പെണ്ണുങ്ങൾ വൈകുന്നേരമായ പുറത്തിറങ്ങാറില്ല. ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ ഗാനമേള നടന്നപ്പോ അല്ലാഹുവേ, തല്ലുകൊണ്ടപ്പോ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അതാ പടച്ചവര് ബേക്കൽ പരിപാടി നടത്തുമ്പോ അവിടെയും പടച്ചവരെ പെങ്ങന്മാരുണ്ടായിരുന്നു. മുസ്ലിം ഉമ്മത്തേ, ഇത് വല്ലാത്ത കളിയാ, ഇത് വല്ലാത്ത ആഘോഷമാ. ഒരു ഈന്തപ്പന തോട്ടത്തിൽ പോയി നബിതങ്ങൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് ഏകാന്തമായിരിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ മദീനത്ത് പോകുമ്പോൾ നമുക്ക് കാണാം, ഒരുപാട് തോട്ടങ്ങൾ കാണാം. മനോഹരമായ ഈന്തപ്പന തോട്ടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു ആനന്ദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ ഇന്ന് ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ സിയാറത്തിന് കൊണ്ടുപോകുന്നവർ ഇങ്ങനെ സിയാറത്തെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ ഈന്തപ്പഴമൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ചില തോട്ടങ്ങൾ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അതിനകത്ത് കയറുമ്പോൾ നമുക്കൊരു വല്ലാത്ത ആനന്ദം. ഈത്തപ്പഴമൊക്കെ ഇങ്ങനെ പാകമായി നിൽക്കുന്നത് കാണുമ്പോൾ, അതിനിടയിലൂടെ വെള്ളങ്ങളൊക്കെ ഒഴുകുന്ന ചാലുകൾ കാണുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുവാനും മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഏകാന്തനായി നബിതങ്ങൾ ഇങ്ങനെ തോട്ടത്തിനകത്തു പോയി ഒരുപാട് സമയം ഇങ്ങനെ ഏകാന്തമായി നബിതങ്ങൾ ഇരിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു ഈന്തപ്പന തോട്ടത്തിൽ ഏകാന്തനായിരിക്കുമ്പോൾ ആ പ്രവാചകൻ ഇരിക്കുന്ന തോട്ടത്തിന്റെ കാവൽക്കാരനായി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബി ഇങ്ങനെ നബിതങ്ങളുടെ കാവൽക്കാരനായി വാതിലിന്റെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാ. തോട്ടത്തിന്റെ അകത്തേക്ക് ആരെയും കയറ്റിവിടാതെ. കാരണം ആരെങ്കിലും കയറിപ്പോയി കഴിഞ്ഞാൽ നബിതങ്ങൾക്ക് പ്രയാസമാകുമല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകാന്തമായിരിക്കുന്ന ആ തോട്ടത്തിനകത്തേക്ക് ആരെയും കയറ്റിവിടാതെ കാവൽക്കാരനായി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഇരിക്കുകയാ.
എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വാതിലിൽ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരോ പുറത്തുനിന്ന് ഇങ്ങനെ അനുവാദം ചോദിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ഈന്തപ്പന തോട്ടത്തിന്റെ വാതിലുണ്ടല്ലോ, ആ വാതിലിന്റെ ഭാഗത്ത് നിന്ന് പടച്ചവനെ ഒരു മനുഷ്യൻ ആരാണെന്നറിയില്ല. ഒരാൾ ആ വാതിലിന്റെ ഭാഗത്ത് നിന്ന് കടക്കാൻ, അവിടെ നിന്ന് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരാന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരാന് അവിടെ നിന്ന് നബി തങ്ങളോട് അനുവാദം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ആരാണോ ആ വാതിലിൽ മുട്ടുന്നത്, ആരാണോ ആ വാതിലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്, ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് നിങ്ങൾ പറയണം, വബശിറുഹു ബിൽ ജന്ന. ആ വാതിൽ തുറന്നിട്ടാ നിൽക്കുന്ന മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ, ഞാനും നിങ്ങളും ജീവിക്കുന്നത് തന്നെ സ്വർഗത്തിൽ പോകാനാണ്. നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു അഭിലാഷമാണ്. പടച്ചവനെ, ആ കൊതിച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ അവകാശിയാണ്. ആ പുറത്തു വന്ന് നിൽക്കുന്ന മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ എന്ന് സന്തോഷ വാർത്ത പറയണേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചവനെ, സ്വഹാബി അത്ഭുതപ്പെടുകയാണ്. ആരാണ് പടച്ചവന്? ആ പുറത്തു വന്ന് നിൽക്കുന്ന മനുഷ്യനാരാണ്? നബി തങ്ങൾ സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത പറഞ്ഞിരിക്കുകയാണല്ലോ. അതാരാണ് പടച്ചവന്? അതാ സ്വഹാബി എളുപ്പത്തിൽ ഓടുകയാണ്. ഓടിച്ചെന്ന് പടച്ചവനെ അടച്ചിട്ടിരിക്കുന്ന വാതിലങ്ങ് തുറക്കുമ്പോ ആരാണ് പുറത്തു നിൽക്കുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ അബൂബക്കർ തങ്ങളാണ് വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അവിടെന്ന് പടച്ചവര് അതാ സ്വഹാബി പറയും, അബൂബക്കർ തങ്ങള് നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അബൂബക്കർ തങ്ങളോട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറയുകയാണ്. പടച്ചവനെ, അബൂബക്കർ തങ്ങൾ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നോ, അവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. നബി തങ്ങളുടെ ചാരത്തിരിക്കുകയാണ്. പടച്ചവനെ, അതാ കുറച്ചു കഴിഞ്ഞ സ്വഹാബി ഇറങ്ങി പോവുകയാ. അതാ കുറഞ്ഞു കഴിഞ്ഞപ്പോ രണ്ടാമതും പടച്ചവനെ വാതിലിന്റെ ഭാഗത്തൊരു ശബ്ദം കേൾക്കുകയാണ്. അനുവാദം ചോദിക്കുകയാ. ആ സമയത്തും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വബശിറുഹു ബിൽ ജന്ന. നബി തങ്ങൾ പറയുന്ന വാതിലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മനുഷ്യരോട് നിങ്ങൾ സ്വർഗം കണ്ട സന്തോഷ വാർത്ത പറയണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ആരാണോ വാതിലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്, ആ മനുഷ്യനോട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറയാൻ നബി തങ്ങൾ പറയുകയാ. സ്വഹാബി രണ്ടാമതും ഓടിച്ചെല്ലുകയാ. വാതില് തുറന്നു നോക്കുമ്പോ ആരാണ് വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, സ്വഹാബി അവിടെന്ന് സന്തോഷ വാർത്ത പറയുകയാ. അവിടെന്ന് സ്വർഗത്തിലാണെന്നുള്ള സന്തോഷ വാർത്ത പറയുകയാ. പടച്ചവനെ, ഉമർ തങ്ങൾ നബി തങ്ങളുടെ ചാരത്ത് വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നു. പടച്ചവനെ, അവിടെന്ന് നബി തങ്ങളോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞു. അല്ലാഹുവേ, ഉമർ തങ്ങൾ അവിടുന്ന് അനുവാദം ചോദിച്ച് ഇറങ്ങിപ്പോയി. പടച്ചവനെ, മൂന്നാമതും വാതിലിൽ സ്വലാം
സലാം കേൾക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ആ തോട്ടത്തിന്റെ കവാടത്തിൽ അവിടുന്ന് സലാം കേൾക്കുമ്പോ, അനുവാദം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നബി തങ്ങൾ പറഞ്ഞ മൂന്നാമത് പറയുന്ന മറുപടി എന്തെന്നറിയുമോ? ഇഫ്തഹ് അലാ. നബി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇഫ്തഹ് അലാ ബല്ലാ തഖൂലൂ. നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആദ്യം രണ്ടുപേര് കടന്നു വന്നപ്പോ നബിതങ്ങൾ പറഞ്ഞു, വാതില് തുറന്നിട്ട് അവരോട് പറയണം നിങ്ങൾ സ്വർഗത്തിലാണെന്ന്, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് പറയണമെന്ന് നബിതങ്ങൾ പറയുമ്പോ, മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ആ മൂന്നാമത് നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് നിങ്ങൾ പറയണം നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. ആ മനുഷ്യനോട് നിങ്ങളെ സന്തോഷ വാർത്ത പറയണം നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. എന്നിട്ട് പ്രത്യേകമായിട്ടൊരു കാര്യം എടുത്തു പറയണേ, പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടെ പറയണം. ആദ്യം വന്നവരോട് ചെന്ന് പറയാൻ പറഞ്ഞത് സ്വർഗത്തിലാണെന്ന, ഈ മൂന്നാമത് വന്ന മനുഷ്യനോട് പറയണം നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എടുത്തു പറയണം, ഇത്തിരി പ്രയാസം അനുഭവിക്കേണ്ടി വരും, ഇത്തിരി കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും, എന്നാലും നിങ്ങൾ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ സ്വഹാബി ചെന്നിട്ട് വാതിൽ തുറക്കുകയാണ്. ആരാണ് പടച്ചവര്? ഈ ഭാഗ്യവാൻ ആരാണ്? ചെന്ന് വാതിൽ തുറക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സ്വഹാബി അവിടെന്ന് പറയുന്നു, നിങ്ങൾ സ്വർഗത്തിലാണ്, പക്ഷേ ഇത്തിരി കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. പടച്ചവനെ, ഉസ്മാൻ തങ്ങൾ നബി തങ്ങളുടെ ചാരത്ത് വന്നു. അതാ പടച്ചവനെ നബി തങ്ങളോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ ഇറങ്ങി പോവുകയാണ്. എന്തുകൊണ്ടാണ്? ആദ്യം വന്ന രണ്ടുപേരോട് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലാണെന്ന്, എന്നാ മൂന്നാമത് വന്ന ഒരാളോട് പറയുന്നു നിങ്ങൾ സ്വർഗത്തിലാണ്, പക്ഷേ ഇത്തിരി പ്രയാസമാണ്, ഇത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ആരാ ഉസ്മാൻ തങ്ങളെന്നറിയുമോ? ചെറുപ്പക്കാരാ, മൂന്നാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയോ? പഠിക്കണേ ചെറുപ്പക്കാരാ, എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ടോ. ഉസ്മാൻ തങ്ങളുടെ ജീവിത ചരിത്രം വായിച്ചാൽ കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ലടോ. വല്ലാത്ത സങ്കടം തോന്നുന്ന ഒരു ചരിത്രമാണ്. ഏത് മനുഷ്യന്റെയും കണ്ണ് നിറയുമടോ. നമ്മളെല്ലാവരും പടച്ചവനെ മസ്ജിദ് നബവിയിലേക്ക് കടന്നു ചെല്ലുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുന്ന ആ പച്ചക്കുബ്ബയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമല്ലോ. അവിടുന്ന് പടച്ചവനെ ജന്നത്തിൽ ബഖി എന്ന് പറയുന്ന ഖബർസാർ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാര്, അവിടുത്തെ സ്വഹാബത്ത്, അവിടുത്തെ കരളിന്റെ കഷ്ടമായ പ്രിയപ്പെട്ട പൊന്നാര മകള് മഹ്ദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടെ ഒരുപാട് പേര് കിടക്കുന്ന ജന്നത്തിൽ ബഖി എന്ന് പറയുന്ന ഖബർസാനിൽ പോകാറുണ്ടല്ലോ. പലരും ദുആ ചെയ്യാറുണ്ട്, പടച്ചവര് നെല്ലിക്കുന്ന പള്ളിയിൽ 6 അടി മണ്ണ് തരണേ നല്ല ദുആ ചെയ്യുന്നത്. പലപ്പോഴും പലരും പറയാറുണ്ട്, ഉസ്താദേ ആ ജന്നത്തിൽ ബഖിയിൽ ഒരു 6 അടി മണ്ണ് കിട്ടാൻ പടച്ചവനെ അവിടെ കിടന്നൊന്ന് മരിക്കാൻ, അവിടെ 1 അടി മണ്ണ് തരണേ എന്ന് ദുആ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ, പറയുന്നവരുണ്ടോ? അവിടെ പോയി കിടന്നു മരിക്കാൻ കൊതിക്കുന്നവരുണ്ടോ? എന്ത്
എന്തുകൊണ്ടാണ് അവിടെ ഒരു 6 അടി മണ്ണ് കിട്ടാറ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കിടക്കുമല്ലോ, ഫാത്തിമ ബീവിയുടെ ചാരത്ത് കിടക്കാമല്ലോ, നബി തങ്ങളുടെ ഭാര്യമാരും സ്വഹാബത്ത് കിടക്കുന്ന ആ ജന്നത്തിൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനിലൊന്ന് കിടക്കാൻ കഴിയുമല്ലോ. ഖിയാമത്ത് നാളാകുമ്പോ അവിടെ നിന്നല്ലേ ഒന്നാമതായിട്ട് മുത്തുനബി അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അവിടെ പോയി കിടക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയോ? നമുക്കറിയാഞ്ഞിട്ടാ സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നബി തങ്ങൾ പറയുകയാ, മനിസ്തതാ യമൂതു ഫിൽ മദീന. ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ നാടിനെ ഇഷ്ടപ്പെട്ടാൽ, എന്റെ മദീനയെ ഇഷ്ടപ്പെട്ടാൽ, എന്റെ മദീനയിൽ ആരെങ്കിലും ഒന്ന് മരണപ്പെട്ടാൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ട മദീന, ആ മദീനയെ സ്നേഹിച്ചുകൊണ്ട്, ആ മദീനയെ ബഹുമാനിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് മദീനത്ത് ചെന്ന് മരണപ്പെട്ട അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? വജബതു ലഹു ശഫാഅതി. അവനെന്റെ ശഫാഅത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. മദീനയെ സ്നേഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മദീനയിൽ പോയി മരണപ്പെട്ടാൽ നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുന്ന ദിവസമുണ്ടല്ലോ, അതാ ഖബറിനകത്ത് നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പടച്ചവനെ എഴുന്നേറ്റ് വരുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിൽ അവൻ എന്റെ ശഫാഅത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ആ ജന്നത്തിൽ ബഖയിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കാണാമായിരുന്നു, നടന്ന് ഖബറിന്റെ ആ ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് ചെല്ലുമ്പോ ഒരടയാളം വെച്ച ഒരു ഖബർ കാണാം. ചിലപ്പോഴൊക്കെ അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നത് കാണാം. ആ മനുഷ്യനോട് ഈ ഖബർ ആരുടേതാണ്, ഈ ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബർ ആരുടേതാണ് അവിടെ നിന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ പറയും, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടോ. മഹാനായ ഉസ്മാൻ തങ്ങള് ഒരുപാട് പഠിക്കണം സഹോദരാ. ആ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം പഠിക്കണമടോ. പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്, മുറുകെ പിടിക്കാൻ ഒരുപാട് നന്മകളുണ്ട്. അല്ലാഹുവേ, ആ ഉസ്മാൻ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ തോട്ടത്തിന്റെ അകത്ത് ഇരിക്കുമ്പോ വാതിലിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, വാതിൽ തുറന്നിട്ട് ആ മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞേക്കണം. ആ വന്ന് നിൽക്കുന്ന ആൾ ആരാന്നൊന്നും പറഞ്ഞില്ല, അദ്ദേഹത്തോട് പറയണം സ്വർഗത്തിലാണെന്ന്. സഹാബി ആരാ അല്ലാഹ്, ആരാ പടച്ചവൻ, എത്രയും വലിയ ഭാഗ്യവാൻ, നബിതങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ഭാഗ്യവാൻ ആരാ? ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ അടുത്തുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരാൾ വന്നു. അപ്പോഴും നബിതങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തോട് പോയി പറയണം സ്വർഗത്തിലാണെന്ന്. ആ സ്വഹാബി രണ്ടാമതും ഓടിച്ചെന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഉമർ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലാണ്. നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. പക്ഷെ മൂന്നാമത് ശബ്ദം കേട്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു, ആ വാതിലിന്റെ പുറത്ത് നിൽക്കുന്ന ആളോട് പറയണം സ്വർഗത്തിന്റെ അവകാശിയ, പക്ഷേ ഇത്തിരി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. പ്രത്യേകമായി ആദ്യമെന്ന് രണ്ടുപേരോടും പറയാത്ത ഒരു വാക്ക് ആ ആളോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയ, പക്ഷേ ഇത്തിരി പ്രയാസവും ബുദ്ധിമുട്ടും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാതിൽ തുറന്നു നോക്കുമ്പോൾ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ തങ്ങളായിരുന്നു അത്. എന്തുകൊണ്ടാണ് നബി തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താ?
ആ സ്വഹാബിയോട് മാത്രം പ്രത്യേകമായിട്ട് അങ്ങനെ പറയാനുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങളുടെ ചരിത്രം അവിടെ നിന്ന് വായിച്ചു നോക്ക്. 83 വയസ്സ് വരെ ജീവിച്ച സഹാബിയാണ് സയ്യിദുനാ ഉസ്മാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബികളുടെ ചരിത്രം വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും ചെറുപ്പക്കാരാ, സങ്കടം വന്നു പോകും മോനെ. ആ സ്വഹാബികളുടെ ചരിത്രം വായിച്ചാൽ അറിയാതെ കരഞ്ഞു പോകും. അതാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അവിടെ നിന്ന് വായിച്ചു നോക്ക്. അവിടുത്തെ പ്രത്യേകത എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് 2026 ജീവിക്കുന്ന ഉറൂസിന്റെ അവസാന ദിവസം പടച്ചവനെ 11 മണി കഴിഞ്ഞ് 11:30 ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന 1ാമത്തെ കാര്യം എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങളുടെ പ്രത്യേകത എന്തെന്നറിയോ? ഇന്നത്തെ യുവതലമുറ പഠിക്കട്, ആണുങ്ങളും പെണ്ണുങ്ങളും പഠിക്കട്. മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മളെല്ലാവരും പഠിക്കേണ്ട 1ാമത്തെ പാഠം എന്തെന്നറിയോ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ 1ാമത്തെ ക്വാളിറ്റി എന്താ? അവിടുത്തെ ജീവിതമെടുത്ത് പഠിച്ചു നോക്കടോ. 1ാമത്തെ ക്വാളിറ്റി എന്തെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു സ്വഭാവ ഗുണമുണ്ടായിരുന്നു. ഉസ്മാൻ തങ്ങൾക്കൊരു സ്വഭാവ ഗുണമുണ്ടായിരുന്നു. എന്താണ് ഉസ്മാൻ തങ്ങളുടെ സ്വഭാവം എന്നറിയോ? വല്ലാത്ത ലജ്ജയായിരുന്നു ചെറുപ്പക്കാരാ. ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പടച്ചവനെ വല്ലാത്ത ലജ്ജയുണ്ടായിരുന്ന സ്വഹാബിയാ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. വല്ലാത്ത ലജ്ജയായിരുന്നു. ഉസ്മാൻ തങ്ങളുടെ ലജ്ജ കണ്ടിട്ട് മലക്കുകൾക്ക് പോലും അത്ഭുതം തോന്നി. ഉസ്മാൻ തങ്ങളുടെ ലജ്ജ കണ്ടിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, ആ മലക്കുകൾക്ക് പോലും അത്ഭുതം തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ആദ്യം അബൂബക്കർ തങ്ങളാണ് മുസ്ലിമായത്, പിന്നെ അലിയാർ തങ്ങള്, മഹാനായ ഹദാ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു തആല അൻഹു, നാലാമനായി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നാലാമനായി ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് കടന്നു വന്ന സ്വഹാബി ഉമർ തങ്ങൾ 40ാമനായിട്ടാണ് മെമ്പർഷിപ്പ് എടുത്തത്. ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന യുവത്വമേ, അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ ഉറൂസ് മുബാറക്കിനെ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നാലാമതായി മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്തുനബിയുടെ മുമ്പിൽ വന്ന് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ്. അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഉസ്മാൻ തങ്ങൾ മുസ്ലിമായടോ, ഉസ്മാൻ തങ്ങൾ മുസ്ലിമായടോ. പടച്ചവനെ, ഉസ്മാൻ തങ്ങൾ മുസ്ലിമായി 83 കൊല്ലം ജീവിച്ചടോ. 83 വയസ്സിലാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറയുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച വലത് കൈയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത ആ വലത് കൈയുണ്ടല്ലോ, ആ വലത് കൈ കൊണ്ട് മരിക്കുന്നത് വരെ ഉസ്മാൻ തങ്ങൾ സ്വന്തം ഔറത്തിൽ പോലും തൊട്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈ തൊട്ട വലത് കൈയുണ്ടല്ലോ, നബി തങ്ങളുടെ കയ്യിൽ മുസാഫഹത്ത് ചെയ്ത വലത് കൈയുണ്ടല്ലോ, ആ വലത് കൈ കൊണ്ട് 83 വയസ്സ് വരെ ജീവിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
റളിയല്ലാഹു തആല അൻഹു വേറെ ആരുടെയുമല്ല, സ്വന്തം ഔറത്തിൽ പോലും ആ വലത് കൈ കൊണ്ട് തൊട്ടിട്ടില്ല. കാരണം മുത്തുനബി തൊട്ട കൈയാണല്ലോ, അല്ലാഹുവിന്റെ റസൂല് പിടിച്ച കൈയാണല്ലോ. ആ കൈ കൊണ്ട് സ്വന്തം ഔറത്തിൽ പോലും തൊടാനും ആ സഹാബിക്ക് പേടിയായിരുന്നടോ. വല്ലാത്ത ലജ്ജയായിരുന്നു, വല്ലാത്ത നാണമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ മറ്റൊരു ഹദീസ് എടുത്ത് വായിച്ചു നോക്കടോ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ആയിഷ ബീവിയുടെ ചാരത്ത് നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാഹുവേ, അപ്പോഴാണ് വീടിന്റെ വാതിൽ ഒരു സലാം കേൾക്കുകയാ. നബി തങ്ങൾ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ വീടിന്റെ വാതിലിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരാ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ തങ്ങൾ നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ കടന്നടോ. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് നബി തങ്ങൾ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ തന്നെ കിടന്നു. അബൂബക്കർ തങ്ങൾ നബി തങ്ങളുടെ ചാരത്ത് വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിക്കുകയാണ്. പടച്ചവനെ, അബൂബക്കർ തങ്ങൾ ഇറങ്ങിപ്പോയി. കുറച്ച് കഴിയുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. നബി തങ്ങൾ അങ്ങനെ തന്നെ കടന്നടോ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ തന്നെ കടന്നു. പടച്ചവനെ, അതാ ഉമർ തങ്ങൾ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഉമർ തങ്ങൾ ഇറങ്ങിപ്പോയി. അതാ മൂന്നാമത് സലാം കേൾക്കുന്നു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ തങ്ങളുടെ ശബ്ദം കേട്ടപ്പോ റസൂലുള്ളാഹിയുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാ. ആയിഷ ബീവിയുടെ മുമ്പില് മടിയിലെ തലവെച്ച് കിടന്ന നബി തങ്ങൾ എഴുന്നേൽക്കുകയാ. എഴുന്നേൽക്കുക മാത്രമല്ല, കമീസ് അല്പം പൊങ്ങിയിരുന്നടോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരുന്ന ആ വസ്ത്രമൊന്ന് അല്പം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നിരുന്നു. ഔറത്തല്ല, ഒരല്പം ഭാഗം മുകളിലേക്ക് ഉയർന്നിരുന്നു. നബി തങ്ങൾ അത് പിടിച്ച് നേരെയിട്ടു. അല്ലാഹുവിന്റെ റസൂൽ വസ്ത്രം നേരെയിട്ടു. ആയിഷ ബീവിയുടെ മടിയിൽ നിന്ന് നബി തങ്ങൾ എഴുന്നേറ്റിരുന്നു. അതാ ഉസ്മാൻ തങ്ങൾ മുത്തി നബിയുടെ ചാരത്ത് കിടന്നു വന്നു. അവിടെ നിന്ന് പടച്ചവനെ പരസ്പരം സംസാരിച്ചു. ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് സലാം പറഞ്ഞിറങ്ങിപ്പോയപ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, വാപ്പ വന്നപ്പോ എഴുന്നേറ്റില്ലല്ലോ നബിയേ, വാപ്പ വന്നപ്പോ എഴുന്നേറ്റില്ലല്ലോ, നിങ്ങൾ അതുപോലെ തന്നെ കിടന്നല്ലോ. ഉമർ തങ്ങൾ വന്നപ്പോഴും അതുപോലെ കിടന്നല്ലോ, ആ വസ്ത്രം നേരെയിട്ടില്ലല്ലോ. പക്ഷേ ഉസ്മാൻ തങ്ങൾ വന്നപ്പോ എന്തേ നബിയേ എഴുന്നേറ്റത്? എന്തേ നബിയേ വസ്ത്രം നേരെയിട്ടത്? എന്താണ് അതിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, ആയിഷ, എന്റെ ഉസ്മാനിന് വല്ലാത്ത ലജ്ജയാ ആയിഷ, എന്റെ ഉസ്മാനിന് അത് ഇഷ്ടപ്പെടില്ല ആയിഷ, എന്റെ ഉസ്മാനിന് വല്ലാത്ത ലജ്ജയാണ്. മലക്കുകൾ പോലും ഉസ്മാനിന്റെ ലജ്ജ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടിയാണ്, എന്റെ പ്രിയപ്പെട്ടവര്, ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യമെന്താ? വല്ലാത്ത ലജ്ജയായിരുന്നു, വല്ലാത്ത ലജ്ജയായിരുന്നു. എന്നാ 2026 ജീവിക്കുന്ന മുസ്ലിമേ, നഷ്ടപ്പെട്ടു പോയ ഒരു അമൂല്യമായ ദിദിയ
ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത ലജ്ജയുണ്ടായിരുന്ന സഹാബി, നബിതങ്ങളുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ട് 83 വയസ്സുവരെ ജീവിച്ച ഉസ്മാൻ തങ്ങൾ ആ കൈ കൊണ്ട് സ്വന്തം ഔറത്തിൽ പോലും തൊട്ടിട്ടില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉസ്മാൻ തങ്ങളുടെ ലജ്ജ കണ്ടിട്ട് മലക്കുകൾക്ക് പോലും അത്ഭുതം തോന്നി, അവര് പോലും ലജ്ജിച്ച് തല താഴ്ത്തി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒന്നാമത്തെ പ്രത്യേകത ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നല്ല നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. 3 കൊല്ലം മുമ്പായിരുന്നു ഇവിടുത്തെ ഉറൂസ് അല്ലേ മഹ്മൂദ് ഇസ്കാലൊക്കെ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് 3 വർഷം മുമ്പായിരുന്നു, എന്തായാലും 2 വർഷം 3 വർഷമൊക്കെ ആകാറായി. അന്നുണ്ടായിരുന്ന ചില ഗുണങ്ങൾ ഇന്ന് നിങ്ങളിൽ കാണുന്നില്ല. കാസർഗോഡ് മാത്രം വഴുതു പറയാൻ വരുമ്പോൾ കാണുന്ന ഒരു വലിയ, കാസർഗോഡ് മംഗലാപുരം ഈ 2 സ്ഥലങ്ങളിൽ വഴുതിന് പോകുമ്പോൾ മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഉസ്താദന്മാര് ദുആ ചെയ്യുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തി ഇങ്ങനെ ആമീൻ എന്ന് പറഞ്ഞിട്ട് മുഖം തടകുന്ന ഒരു നല്ല ഗുണം നിങ്ങളുടെ മുൻഗാമികൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നേരത്തെ എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാര് ദുആ ചെയ്യുമ്പോൾ 2 കൈയും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആമീൻ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ മുഖം തടകുന്നത്. ഇപ്പൊ കയ്യും പിടിക്കണ്ട, മുഖവും തടവണ്ട, ആമീൻ എന്നെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നും വേണ്ടടോ ഉസ്താദേ, എന്റെ പൊന്ന് സിറാജ്, വയലിന്റെ മജ്‌ലിസിൽ ആമീൻ പറയാത്തതിനെ നീ കുറ്റം പറയുന്നു, പള്ളിക്കകത്തിരുന്ന് പറയുന്നില്ലല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദ് അവറുകൾ ഖതീബ് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ ആ ഫർള് നിസ്കരിച്ചിട്ട് ദുആ ചെയ്താ സ്വീകരിക്കുന്ന, ഫർള് നിസ്കരിച്ചിട്ട് ദുആ ചെയ്താ സ്വീകരിക്കുമെന്ന കാരണം എന്തേ? ആ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടെന്ന് പറയാനുള്ള കാരണം, ഒരാൾ നിസ്കരിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ ആ നിസ്കാര പായിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഒരു മലക്ക് ഇങ്ങനെ നിൽക്കുന്ന. ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? മുഖം കണ്ടിട്ട് അങ്ങനെ വന്നു. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എനിക്ക് ഒന്നാമതേ വയ്യ, എത്ര നേരം നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഒന്നാമതേ നടുവിന് വേദന, പ്രയാസം, വെള്ളം കുടിക്കാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ചെറിയൊരു ബുദ്ധിമുട്ട്, നല്ല അടുത്ത വേദന കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എത്ര നേരം പോകുമെന്നറിയില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ കൂടി പോകും. നിങ്ങൾ എൻ്റെ കൂടെ കൂടിയാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഈ മഖാമിലൊക്കെ വന്ന് പ്രത്യേകം ദുആ ചെയ്ത ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അള്ളാഹു എല്ലാവരുടെ എനിക്ക് വേണ്ടി ദുആ ചെയ്ത എല്ലാവർക്കും അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഞാൻ ഇവിടാണെന്ന് വരുന്നെന്ന് പറഞ്ഞപ്പോൾ എത്ര പേര് ഉസ്താദെ മറക്കാതെ നിന്ന് ദുആ ചെയ്യണേ എന്ന് എന്നോട് തന്നെ പറഞ്ഞേൽപ്പിച്ചവരുണ്ടെന്നറിയും. ഇപ്പോഴും ലൈവ് കാണുന്നവരുണ്ട്, ഈ വയല് കേൾക്കുന്നവരുണ്ട്. മുസ്ലിമീങ്ങളുമുണ്ട്, അമുസ്ലിമീങ്ങളുമുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച MLA പറഞ്ഞു, ഇവിടെ വരുന്ന എല്ലാവരും മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി പോകുമ്പോൾ അമുസ്ലിമീങ്ങളായ സഹോദരിമാർ ഈ മക്കാമി വന്നിട്ട് തിരിച്ചു പോകുന്നത് കണ്ടു. അതാണ് ഇത്രയും അൽഹംദുലില്ലാഹ് അവരൊക്കെ കൊടുക്കുന്ന ആ ഒരു സ്ഥാനവും ബഹുമാനം. അവർക്കറിയാം ഈ കിടക്കുന്ന ഉപ്പാടെ വലുപ്പം എന്താണെന്ന്, നമുക്കറിയാത്ത പലരും ഇവിടെ വന്നിട്ട് ഇറങ്ങി പോകുന്നത് കണ്ടു. അൽഹംദുലില്ലാഹ്. അപ്പൊ ഒരുപാട് പേര് ചൂട് മാറിക്കോട്ടെ, ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബം, ഒരു ഇസ്ലാമിൽ മുസ്ലിമീങ്ങളല്ല, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കുടുംബമാണ്. ചിക്കൻ ബോസ് പിടിച്ചിട്ട് വല്ലാതെ പ്രയാസത്തിൽ ആ കുടുംബം കഴിയുന്നുണ്ട്. അല്ലാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആ ഡോക്ടറിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ പോലും ആമീൻ പറയുന്നുണ്ടോ? ആമീൻ പറയുന്നുണ്ട്. നമുക്ക് മടിയാടോ? ആ സമയത്ത് പോലും നമ്മൾ ഒന്ന് കൈ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സ്വഭാവം, നമുക്ക് മനസ്സ് വരുന്നില്ല. ഇവിടെ ഒരാള് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മലക്കുകൾ അവിടെ നിൽക്കും. ആ നിസ്കരിച്ച് എഴുന്നേൽക്കുന്നവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ട് ആ മലക്കുകൾ പറയും, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിച്ചിട്ട് എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യനോട് ഇന്ന് ഇശാ നിസ്കരിച്ച് നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ ഇരിക്കുന്ന നിങ്ങളിൽ ചിലരോട് മലക്കുകൾ മുസാഫഹത്ത് ചെയ്തിട്ട് പറയാ, അള്ളാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തന്നിരിക്കുന്നു, നീ സ്വർഗത്തിലാട്ടാ, നിന്റെ പാപം പുറത്തു, സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേര് വന്നു.
വോട്ട് ലിസ്റ്റിലല്ല, സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേര് വന്നു, അൽഹംദുലില്ലാ നീ സന്തോഷത്തോടെ പൊക്കോ എന്ന് മുസാഫഹത്ത് ചെയ്ത മലക്കുകൾ പറഞ്ഞുവിടും. അതാണ് നിസ്കാരം, അതാണ് നിസ്കാരം. നബി തങ്ങൾ ഉണക്കമരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ നിസ്കരിക്കുന്നവൻ, സുജൂദിൽ കിടക്കുന്നവൻ, അവന്റെ പാപങ്ങൾ തലയുടെ പെരടിയുടെ മുകളിൽ വന്നിരിക്കും. നമ്മൾ ചെയ്ത പാപങ്ങൾ മുഴുവനും പെരടിയുടെ മുകളിൽ വന്നിരിക്കും. സുജൂദിൽ കിടക്കുന്ന സമയം ആ പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് പോലും പടച്ചവനെ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ മടിക്കുന്നവരാ. എന്നാ സഹോദരാ, ഉസ്മാൻ തങ്ങളുടെ ഏറ്റവും വലിയ ഗുണമവിടുന്ന് വല്ലാത്ത ലജ്ജയായിരുന്നു. എന്നാ മുസ്ലിം സമുദായത്തിന് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ അമൂല്യമായ നിധിയേതാ? ലജ്ജ ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നടോ. ലജ്ജ ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിന് ലജ്ജ എന്താണെന്ന് പോലും അറിയാത്ത കാലമാ. അവർക്ക് നാണമില്ലടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ലജ്ജയുള്ളവനെ ഒറ്റപ്പെടുത്തുന്ന കാലമാണ്, ലജ്ജ ഉള്ളവനെ ഒറ്റപ്പെടുത്തുന്ന കാലമാണ്. ഉമ്മ പറയുകയാണ്, വാപ്പ പറയുകയാണ്, ഇവന് വല്ലാത്ത നാണമാണ്, ഇവൾക്ക് വല്ലാത്ത നാണമാണ് ആണുങ്ങളോട് സംസാരിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ പടച്ചവനെ ഔറത്ത് തുറന്നു വിട്ടുകൊണ്ടിരിക്കാൻ, ചിലരുടെ മുഖത്തൊന്ന് നോക്കാൻ ചില പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വല്ലാത്ത നാണമാടോ. അതുകൊണ്ട് അവർക്ക് മടിയാണ്, എല്ലാവരുടെ ഇടയിലേക്ക് കയറാൻ അവർക്ക് പേടിയാണ്. അങ്ങനെ ഉള്ളവരെ കാണുമ്പോ സ്വന്തം ഉമ്മ പറയുകയാ, അവൾക്ക് വല്ലാത്ത നാണവാ, അവന് വല്ലാത്ത ലജ്ജയാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, ഒരു വാപ്പ തന്റെ മകനുമായി കടന്നു വന്നു. മുത്തി നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇവൻ ആൾക്കാരുടെ കൂടെ സഹകരിക്കുന്നില്ല നബിയേ, ഇവന് വല്ലാത്ത ലജ്ജയാ നബിയേ, ഇവന് വല്ലാത്ത ലജ്ജയാ നബിയേ, അവിടുന്ന് ഉപദേശിക്കടേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ലജ്ജയുള്ള ഒരു മകനെ കൊണ്ടുവന്നിട്ട് വാപ്പ പരാതി പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബിയോട് അവനെ വിട്ടേക്കാര്, അവനെ വിട്ടേക്കാര്, കാരണം അത് ഈമാനുള്ളവരുടെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അത് ഈമാനുള്ളവന്റെ അടയാളമാണ് ലജ്ജ. ഇന്നെല്ലാം പോയടോ, ഇന്നെല്ലാം ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയടോ. ഇന്ന് പടച്ചവനെ ആണാകട്ടെ പെണ്ണാകട്ടെ എല്ലാവരുടെ ജീവിതത്തിൽ നിന്ന് ആ ലജ്ജ എന്ന് പറയുന്ന ഗുണമില്ലാതെ പോയിരിക്കുന്നു. അത് ചെറുപ്പക്കാരാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, എന്തിനാ വഴുത കേൾക്കാറ്? പടച്ചവരിയതാ ഈ മക്കാബിന്റെ അകത്ത് കിടക്കുന്ന മഹാനിന്റെ ഉറൂസിന് കടന്നു വന്ന വാപ്പാ തിരിച്ചു പോകുമ്പോ പോകുന്ന രംഗം എങ്ങനെയാണെന്നറിയോ? തിരിച്ചു പോകുമ്പോ പോകുന്ന രംഗം എങ്ങനെയാണെന്നറിയോ? ഈ ഉറൂസിൽ വന്നവര് തിരിച്ചു പോകുമ്പോ പലരും പടച്ചവനെ മുണ്ടുമടക്കി ഉടുത്തുകയാണ്. മുട്ടിന്റെ പുകൾ ഭാഗം വരെ കാണാറ്, മുട്ടുപക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്നറിയാത്ത ആരുമില്ല. എന്നാ നാട്ടുകാരെ കാണുന്നതിന് വേണ്ടി ഇറച്ചിക്കടയിൽ പോത്തിന്റെ കാല് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് പോലെ വാപ്പ മുടിയൊക്കെ നരച്ചുപോയ പിതാവ് തന്റെ മുണ്ട് മടക്കി ഉടുത്തിട്ട് തുടയിൽ ഇങ്ങനെ കൈകൊണ്ട് അടിച്ചു കൊണ്ടുപോകുന്ന കാലമാ. പടച്ചവനെ, നാട്ടുകാരുടെ മുമ്പില് പ്രായം പോലും മറന്നുകൊണ്ട് ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുന്ന ഉപ്പമാരുണ്ടല്ലോ. ഉമ്മമാരേ, അല്ലാഹുവിന്റെ വലിയല്ലേ കിടക്കുന്നത്, സാധാരണ ആളല്ലല്ലോ. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ
നടക്കുന്നത് സാധാരണ ആൾക്കാരല്ലല്ലോ, അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചവരല്ലേ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരല്ലേ. ഈ വലിയനെ കാണാൻ വരുമ്പോ, ഈ ഉറൂസിനെ കടന്നു വരുമ്പോ ആ മുസ്ലിമീങ്ങൾ വരെ സാരിയുടെ തുമ്പെടുത്ത് തലയിലിടാറില്ലേ, അതാ ചുരിദാറിന്റെ ഷാളെടുത്ത് തലമറയ്ക്കാറില്ലേ, ബഹുമാനത്തോടെ ആദരവോടെ ഉപ്പാന്റെ മക്കാമിന്റെ മുമ്പിൽ വരുമ്പോ ഫർദയിട്ടുകൊണ്ട് നടക്കുന്ന പെങ്ങള്, തലയിൽ തുണിയിടാത്ത എത്രയോ പെണ്ണുങ്ങളുണ്ടടോ, എത്രയോ ഉമ്മമാരുണ്ടടോ. അവർക്ക് ഇതൊക്കെ ഒരു ആഘോഷമാണടോ, ഒന്ന് കറങ്ങാൻ കിട്ടുന്ന ചാൻസ് ആണടോ, പലരെയും കാണാൻ പറ്റുന്ന അവസരമാണടോ. അവർക്കതൊന്നും കുഴപ്പമില്ലടോ. ഒരു പെണ്ണിന്റെ ഒരു മുടി പോലും ഔറത്താ പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാ. മുത്തുനബി അവിടെന്ന് പറഞ്ഞല്ലോ, മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂല് കണ്ടല്ലോ. മിഅ്റാജ് രാവിൽ എന്ന് പറയുന്ന ഒരു പാട്ട് തന്നെ അറിയാമല്ലോ. അല്ലാഹുവിന്റെ റസൂല് മിഅ്റാജിന്റെ രാത്രിയിൽ ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടത് പെണ്ണുങ്ങളെയാ സഹോദരിമാരെ. പെങ്ങളെ, തലമറക്കാതെ നടക്കുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണുങ്ങളുടെ തലയിൽ ഒരു പൊപ്പി വെച്ച് കൊടുക്കുകയാ, ഒരു തൊപ്പി വെച്ചു കൊടുക്കുകയാണ്, നരകത്തിന്റെ തീയാലുള്ള തൊപ്പി. അല്ലാ, തലച്ചോറ് മുഖത്തുകൂടെ ഒഴുകും പെണ്ണ്. കള്ളു കുടിച്ചവന്റെ ശിക്ഷയല്ല, വ്യഭിചരിച്ചവന്റെ ശിക്ഷയല്ല, സിഹ്ർ ചെയ്തവന്റെ ശിക്ഷയല്ല, ശിർക്ക് ചെയ്തവന്റെ ശിക്ഷയല്ല. പെങ്ങളെ, അല്ലാഹു തലയിൽ ഒരു തൊപ്പി ധരിപ്പിക്കുകയാണ്. ശരീരം മുഴുവനും മുഖത്തുകൂടെ തലച്ചോറ് വരെ ഇങ്ങനെ ഒഴുകുകയാണ്. ഇവര് ചെയ്ത പാപം എന്തെന്നറിയോ? തലമറയ്ക്കാതെ നടക്കുന്ന ഉമ്മ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷയാണെന്ന് നബി തങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുമ്പോ ഇന്ന് നാണമെന്ന് പറയുന്നതില്ലടോ. അതാണിനുമില്ല, പെണ്ണിനുമില്ല, പ്രായമുള്ളവർക്കുമില്ല, ചെറുപ്പക്കാർക്കുമില്ല. പഠിച്ചവനെ, എന്തേ മുസ്ലിമേ ലജ്ജയില്ലാതെ പോയത്? ലജ്ജയില്ലാതെ പോയത് ഔറത്ത് തുറന്നിട്ടുകൊണ്ട് പരസ്യമായി നടക്കുകയാണ്. പണ്ട് തെറ്റു ചെയ്യാൻ നമുക്കൊരു പേടിയായിരുന്നടോ. ഒരു ഫോട്ടോ എടുക്കാൻ പെണ്ണുങ്ങൾക്ക് പേടിയായിരുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ വരാ പേടിയായിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ഇന്ന് കാണിക്കുന്ന പേക്കൂത്തുകളുണ്ടല്ലോ, അവര് ഫർദ് ധരിച്ചുകൊണ്ട് ഹിജാബ് ഇട്ടുകൊണ്ട് എന്തെല്ലാം പേക്കൂത്തുകൾ കാണിക്കുകയാണ്. ബീച്ചിൽ പോയാൽ, കടപ്പുറത്ത് പോയാൽ, ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് മറിയടോ, ആണുങ്ങളും പെണ്ണുങ്ങളും കാണിക്കുന്നത് കണ്ടാ വല്ലാത്ത സങ്കടമാണ്. പണ്ടൊക്കെ പെണ്ണുങ്ങൾ വൈകുന്നേരമായ പുറത്തിറങ്ങാറില്ല. ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിലെ ഗാനമേള നടന്നപ്പോ അല്ലാഹുവേ, തല്ലുകൊണ്ടപ്പോ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അതാ പടച്ചവര് ബേക്കൽ പരിപാടി നടത്തുമ്പോ അവിടെയും പടച്ചവനെ പെങ്ങന്മാരുണ്ടായിരുന്നു. മുസ്ലിം ഉമ്മത്തേ, ഇത് വല്ലാത്ത കളിയാ, ഇത് വല്ലാത്ത ആഘോഷമാ. ഇത് പറയുമ്പോ യുവതലമുറ പറയാറുണ്ട്, ഉസ്താദ് നിങ്ങളൊക്കെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞിട്ടും കാര്യമില്ല. ജീവിതമെന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാ, ജീവിതമെന്ന് പറയുന്നത് അടിച്ചു പൊളിക്കാനുള്ളതാ എന്ന് പറയുന്നവനെ പരിഹസിക്കുന്ന കാലമാണ്. അത് ആലിമാണെങ്കിലും, അത് കമ്മറ്റിക്കാരാണെങ്കിലും, അത് ഉസ്താദന്മാരാണെങ്കിലും, അത് കുടുംബക്കാരാണെങ്കിലും, തന്തവൈബിന്റെ കാലമല്ലേ. സ്വന്തം വാപ്പയെ പോലും കളിയാക്കുന്ന യുവത്വമേ, അവിടെയും ഇവിടെയും തിരിഞ്ഞു നടക്കുന്ന 10, 12, 15 വയസ്സുള്ള പെൺകുട്ടികള്, 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികള് ആ സമയങ്ങളിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നത് കാണുമ്പോ, മക്കളെ നിങ്ങൾ എവിടെ പോവുകയാണ്? ചോദ്യം ചെയ്യുന്നവരെ കളിയാക്കുന്നവരുണ്ടടോ, പരിഹസിക്കുന്നവരുണ്ടടോ, അവരെ ഒറ്റപ്പെടുത്തുന്നവരുണ്ടടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും നാളെ രാവിലെ പത്രമെടുത്ത് വായിച്ചു നോക്ക്.
അല്ലാഹുവേ 16 വയസ്സുകാരനാണ് 14 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്നിരിക്കുന്നത്. ഉമ്മയോട് പറയുമെന്ന് പറഞ്ഞതിന്റെ പേരില് പടച്ചവനെ കൊലപാതകങ്ങൾ വരെ നടക്കുന്നത് 46കാരനല്ല, ചെറിയ മക്കളുടെ കഥയാണോ? എന്തൊക്കെ വാർത്തകളാ വായിക്കുന്നത്, എന്തൊക്കെ സങ്കടകരമായ വാർത്തകൾ കാണുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ലജ്ജ വേണം സഹോദരാ, എല്ലാത്തിനും ഒരു നാണം വേണമടാ ചെറുപ്പക്കാരാ, ഒരു മാന്യത വേണ്ടേ മോന്? നീ ഒരു മുസ്ലിം അല്ലേടാ, നീ ഒരു മുസ്ലിം അല്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന യുവത്വമേ, ആരാടാ പറഞ്ഞത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന്? ഈ ജീവിതം സുഖിക്കാനുള്ളതാണെന്ന് ആരാ നിന്നോട് പറഞ്ഞു തന്നത്? അല്ലാഹു നിന്നെ പടച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനല്ല. നിനക്ക് ഭക്ഷണം തന്നതാരാ? നിന്നെ ജനിപ്പിച്ചതാരാ? നിനക്ക് ജീവൻ തന്നതാരാ? നിനക്ക് സർവ്വതും തരുന്നതാരാ? നിന്നെ ജീവനോടെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നവനാരാ? അത് പടച്ച റബ്ബാടാ പൊന്നുമോന്. ആ അല്ലാഹുവാണ് നിന്നെ പടച്ചത്. എന്തിനാണ് പടച്ചവനെ പറയുന്ന രീതിയിൽ അനുസരിക്കാരാ, അല്ലാതെ തോന്നിവാസികളെ പോലെ ജീവിക്കാനല്ല, അല്ലാതെ പടച്ചവനെ മറന്നു നടക്കാനല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല. ഇതല്ലടാ ജീവിതം, ഇതല്ലടാ ജീവിതം. യാത്രക്കാരാണ് ചെറുപ്പക്കാരാ. എന്റെ വയലുകൾ കാമെന്ന ചെറുപ്പക്കാരികളായ 10ാം ക്ലാസ്സിലും +1-നും +2-നും ഡിഗ്രിക്കും പഠിക്കുന്ന പെൺകുട്ടികളോട് അല്ലാഹുവേ റീലെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് ഈ സമുദായത്തിന് നാണം കെടുത്തുന്ന യുവതലമുറയോട് പറയുകയാ, യാത്രക്കാരാണ് മക്കള്, യാത്രക്കാരാണ് മക്കള്. അല്ലാഹുവേ പള്ളിയിൽ നിന്ന് അതാ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വാഹനം കടന്നു വരുമല്ലോ, മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനം വീട്ടിലേക്ക് വരുമ്പോൾ അതിനകത്ത് കയറിപ്പോകാൻ ഒരുങ്ങി നിൽക്കുന്ന യാത്രക്കാരാണ് നമ്മള്. ആ ഓർമ്മ വേണം ചെറുപ്പക്കാരാ. യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. അതാണ് യഥാർത്ഥ ജീവിതം. നമ്മുടെ ജീവിതത്തിന്റെ വിലയറിയണമെങ്കിൽ അല്ലാഹുവേ ജനിച്ചപ്പോഴേ ഒരു ചെവിയില് ബാങ്ക് വിളിച്ചു, ഒരു ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു. ഇന്ന് വരെ നിസ്കരിച്ചില്ലടാ ചെറുപ്പക്കാരാ. ആ ബാങ്കും ഇഖാമത്തും കൊടുത്ത നിസ്കാരം ഇതുവരെ നിസ്കരിച്ചിട്ടില്ല. ആ നിസ്കാരം ഏതാണെന്നറിയോ? 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടല്ലോ, മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നെല്ലിക്കുന്ന പള്ളിയുടെ മുമ്പിലേക്ക് 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ ജനാസ കൊണ്ടുവന്ന് ഈ പള്ളിയുടെ മുമ്പിൽ വെക്കുമ്പോ ആരും പറയാറില്ല, ബാങ്ക് വിളിച്ചില്ല, ഇഖാമത്ത് കൊടുത്തില്ല, നേരത്തെ വിളിച്ചു വച്ചിരിക്കുകയോ, നേരത്തെ വിളിച്ചു വച്ചിരിക്കുകയാ. മരിച്ചാ കുളിപ്പിക്കണം, പൊതിയണം, കബർ കുടിക്കണം, കൊണ്ടുവന്ന് നിസ്കരിച്ചിട്ട് കബറടക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒന്നാമത്തെ ഗുണമെന്താ? ആ സ്വഹാബിയുടെ ലജ്ജ കണ്ടിട്ട് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയുടെ ലജ്ജ കണ്ടിട്ട് മലക്കുകൾ പോലും ലജ്ജിച്ച് തല താഴ്ത്തി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളോട് തലമറയ്ക്കാനൊന്നും ഞാൻ പറയുന്നില്ല, ഇന്നത്തെ പെൺകുട്ടികളോട് തലമറയ്ക്കാൻ പറയുന്നില്ല, ബാക്കിയെങ്കിലും ഒന്ന് മറച്ചാൽ മതിയായിരുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. തലമറയ്ക്കാനൊന്നും ഞാൻ പറയുന്നില്ല. അത് കാരണം എന്തേ അങ്ങനെ പറഞ്ഞിട്ട് കേൾക്കണില്ല. നേരത്തെ പണ്ട് ഉസ്താദന്മാര് തലമറയ്ക്കാനാ പറയണേ, ഇപ്പൊ പറയുന്നത് തലമറയ്ക്കാനല്ല, ബാക്കിയുള്ളതെങ്കിലും ഒന്ന് മറയ്ക്കും മക്കളെ. ആൺകുട്ടികളോട് പറയുന്ന മോനെ, എടാ ഈ നിക്കറിട്ടോണ്ട് നടക്കണ പരിപാടി ഒന്ന് മാറ്റിയിട്ട് എടാ ഒന്ന് നല്ല വസ്ത്രം ധരിക്കും മോനെ, അള്ളാനെ ഭയന്ന് ജീവിക്കടാ മക്കളെ, ലജ്ജ വേണോടാ. എടാ നീയേ ഇങ്ങനെ ആയിപ്പോയി, നാട്ടുകാരെ കൂടെ നരകത്തിൽ കൊണ്ടുപോകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീയേ ഇങ്ങനായി, വാപ്പ പാല് കഴിഞ്ഞ് പോകുമ്പോ കാണണം ഒരു ഉടുത്തുണ്ടോ, സുബ്ഹാനല്ലാഹ്. വാപ്പ മുണ്ടം കിട്ടും മടക്കി ഉടുത്തിട്ട് ഇങ്ങനെ തൊടയിൽ അടിച്ചോണ്ടാ പോണ, കണ്ടോ കണ്ടോന്ന്. എന്താ വാപ്പ, നിന്റെ മുടിയും നരച്ചു, പ്രായമായി, ഒരുപാട് രോഗങ്ങളായി, എന്നിട്ട് നന്നാകുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലജ്ജയില്ലാത്തവനെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ലജ്ജയില്ലാത്ത ഒരാളെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന് പിന്നെ തോന്നുന്ന പോലെ ജീവിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒന്നാമത്തെ ഗുണം, ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. അള്ളാഹു അതിന്റെ 4 അംശമെങ്കിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് അതിന്റെ ഒരു അല്പമെങ്കിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പണ്ടത്തെ പെണ്ണുങ്ങള് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമായിരുന്നു. പണ്ട് ഗ്രൂപ്പ് ഫോട്ടോ. അന്ന് പെണ്ണുങ്ങളിൽ പലരും സ്കൂളിൽ പോകാറില്ല. ചോദിച്ചാൽ പറയും ഫോട്ടോ എടുക്കുന്നത് കാരണം പോകത്തില്ല. എന്നാൽ ഇന്നത്തെ പെണ്ണുങ്ങൾ നോക്കിക്കേ, ആ ഉമ്മ ഇന്നവർ ഉമ്മയായി. അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച താത്ത ഇന്ന് മക്കളെയും കെട്ടിച്ച് കൊച്ചുമക്കളെയും കെട്ടിക്കാൻ പ്രായമായി. പക്ഷെ ഇപ്പോഴോ, ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്ക് അന്ന് പഠിച്ചവർക്ക് ഇന്ന് ഗ്രൂപ്പുകളുണ്ട്. ഇന്ന് ഗ്രൂപ്പുകളുടെ കാലമാണ്. ഇന്ന് എല്ലാത്തിനും ഗ്രൂപ്പാ. 1985 10ാം ക്ലാസ്സിൽ പഠിച്ചവർക്ക് ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. എല്ലാ CC അടഞ്ഞ് തീരാറായി. എല്ലാത്തിനും ആണിനും പെണ്ണിനും CC അടഞ്ഞ് തീരാറായി. 2025 ഏറ്റവും കൂടുതൽ ഒളിച്ചോടിയതും കുടുംബ കലഹങ്ങൾ ഉണ്ടാകാൻ കാരണമായത് ഈ ഗ്രൂപ്പുകളാണ് എന്ന് പഠിപ്പിക്കുക കണക്കുകൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലജ്ജയുള്ളവരാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ 2ാമത്തെ ഗുണം, സദഖ കൊടുക്കുന്നതിൽ വല്ലാത്ത ഒരു ലഹരിയായിരുന്നു ആ സഹാബിക്ക്. സദഖ കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ലഹരിയായി കണ്ടിരുന്നു. എത്ര കൊടുത്താലും മതി വരില്ല, എത്ര വാരിക്കോരി കൊടുത്താലും മതി വരില്ല. മഹാനായ സ്വഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത എന്താ? മുമ്പിൽ വരുന്ന ഒരാളെയും ആ സ്വഹാബി വെറും കൈയോടെ മടക്കാറില്ല. ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന സ്വഹാബിയാണ്. പടച്ചവനെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിക്കണമടോ. നമ്മളുടെ അടുക്കൽ പടച്ചവനെ, നമ്മൾ പള്ളി പണിയാണ് സദഖ കൊടുക്കണം, ഹിഫ്ള് കോളേജിന്റെ പണിയാണ് കൊടുക്കണം. നമ്മൾ പറയും ഒരു വട്ടം കൊടുത്തതാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതാ എന്ന് പറയുന്നവര്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എന്തെന്നറിയോ? അതാ തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ. ആരാവുള്ളത്? പടച്ചവന്റെ ദീനിനെ സഹായിക്കാൻ ആരാവുള്ളത്? അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ ചാടി എഴുന്നേക്കുകയാണ്. ഒന്നാമനായി ചാടി എഴുന്നേക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മുത്തുനബിയേ, 100 ഒട്ടകവും അതിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും ഞാൻ തരാ നബിയേ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകതയാ. അവിടെ ആദ്യമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, 100 ഒട്ടകവും അതിന്റെ മുകളിലുള്ള കട്ടിലും ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായടോ. പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. സദഖ കൊടുത്താ ദുആ ചെയ്യണമല്ലോ. മറ്റുള്ളവർക്ക് ചെയ്യാൻ അതൊരു മനസ്സുണ്ടാകാനുള്ള കാരണമാകുമല്ലോ.
പറഞ്ഞല്ലോ. അതുകൊണ്ട് നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 100 ഒട്ടകങ്ങളെയും അതിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും സദഖ ചെയ്തിരിക്കുകയാണ്. നബി തങ്ങൾ ദുആ ചെയ്തു. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, ഇനി ആരാ സഹാബ? അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ആരാ ഉള്ളത്? അതാ അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ രണ്ടാമതും എഴുന്നേൽക്കുകയാണ്. നബിയേ, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം 100 കൊടുത്തതെങ്കിൽ, 100 ഒട്ടകക്കട്ടിലാണ് കൊടുത്തതെങ്കിൽ, രണ്ടാമത് ഉസ്മാൻ തങ്ങൾ പറയുന്നു 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു. നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു. എന്നിട്ട് നബി തങ്ങൾ മൂന്നാമത് ചോദിക്കുന്നു, ആരാ സ്വഹാബ? അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ഇനി ആരാണുള്ളതെന്ന് ചോദിക്കുമ്പോ അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ മൂന്നാമത് എഴുന്നേൽക്കുകയാണ്. നബിയേ, 300 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം 100 പറഞ്ഞത്, പിന്നെ 200 പറഞ്ഞത്, പിന്നെ 300 പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്തു. സ്വഹാബത്ത് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഉസ്മാൻ തങ്ങൾ തന്റെ സമ്പത്ത് മുഴുവനും കൊടുക്കുമായിരുന്നു. തന്റെ സമ്പാദ്യം തീരുന്നത് വരെ നബി തങ്ങൾ ചോദിക്കുമ്പോ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അത് വല്ലാത്ത ഒരു സ്വഭാവമായിരുന്നടോ. ഉസ്മാൻ തങ്ങളുടെ വല്ലാത്ത ഒരു ഗുണമായിരുന്നു. അല്ലാഹുവേ, മറ്റൊരു സമയത്ത് നബി തങ്ങൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ സഹായിക്കണം, യുദ്ധത്തിന് പോവുകയാണ്. സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടി മസ്ജിദുൻ നബവിയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. 9 സഹോദരാ, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. 50 കുതിരകളെ ഞാൻ തരാ നബിയേ. ഉസ്മാൻ തങ്ങളുടെ സമ്പത്തൊന്ന് ചിന്തിച്ചു നോക്കടോ. 950 ഒട്ടകങ്ങള്, 50 കുതിരകള്, 10,000 സ്വർണ്ണ നാണയങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കേണ്ട താമസം. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സദഖ കൊടുത്തത് പടച്ചവനെ വല്ലാത്ത ഒരു മനസ്സായിരുന്നു. നമ്മളൊക്കെ മദീനത്ത് പോകാറുണ്ടല്ലോ, ഒരുപാട് തോട്ടങ്ങൾ കാണാറുണ്ടല്ലോ. പേര് ഉസ്മാൻ, പടച്ചവനെ ഉസ്മാൻ തങ്ങളുടെ കിണർ കാണാൻ സഹോദരാ. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ റോമ കിണറെന്ന് പറയുന്ന ഒരു കിണറുണ്ടായിരുന്നു. വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമായിരുന്നു. മുസ്ലിമീങ്ങൾ വെള്ളമെടുക്കാൻ പോകുമ്പോ ആ യഹൂദിയായ മനുഷ്യൻ അവിടെ നിന്ന് മുസ്ലിമീങ്ങൾക്ക് വെള്ളം കൊടുക്കില്ലായിരുന്നു. മുസ്ലിമീങ്ങൾ വെള്ളം കോരാൻ പാടില്ല. അല്ലാഹുവേ, സ്വഹാബത്തിന് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ, ആരാ സ്വഹാബ? ആ കിണർ ആരാണ് മേടിച്ചു കൊടുക്കുന്നത്? സ്വർഗത്തിലൊരു കിണർ പടച്ച റബ്ബ് തരുമെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, ആ കിണറിന്റെ ഉടമസ്ഥനായ യഹൂദിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് പറഞ്ഞു, ഈ കിണർ നിങ്ങൾ വിൽക്കണം, ഈ കിണർ എനിക്ക് തരുമോ? ഈ കിണർ എനിക്ക് തരുമോ? അല്ലാഹുവേ, ആ മനുഷ്യൻ പറഞ്ഞു, കൊടുക്കൂല. നിങ്ങൾ ചോദിക്കുന്നത് തരാ. ഈ കിണറിന് വേണ്ടി നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാ. യഹൂദിയായ മനുഷ്യൻ 35,000 വെള്ളി നാണയങ്ങളാ ചോദിച്ചത്. ആ കിണറിന് പകരമായിട്ട് 35,000 വെള്ളി നാണയം ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 35000 വെള്ളി നാണയം എണ്ണി കൊടുത്തിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് വെറുതെ ചോദിച്ചതാണോ? അത്രയും വിലയൊന്നുമില്ല, കളിയാക്കുന്ന രീതിയിൽ ചുമ്മാതെ വന്ന് പറഞ്ഞതാണ്. 35000 വെള്ളി നാണയം തന്നാ ഞാൻ തരാ. ഉസ്മാൻ തങ്ങൾ പടച്ചവര് ആ മനുഷ്യന്റെ കയ്യിൽ 35000 വെള്ളി നാണയം കൊടുത്തിട്ട് അവിടുന്ന് ആ മനുഷ്യനെ കെട്ടിപ്പിടിക്കുകയാ. അവിടുന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാ. അല്ലാഹുവേ, എനിക്ക് സ്വർഗത്തിലൊരു കിണർ തന്നെ തന്നല്ലോ. ഉസ്മാൻ തങ്ങൾ മുത്തുനബിയുടെ ചാരത്ത് ചെല്ലുകയാണ്. നബിയേ, ആ കിണർ ഞാൻ വാങ്ങി നബിയേ, ആ കിണർ ഞാൻ വാങ്ങി നബിയേ, അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നു നബിയേ. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളുടെ സ്വഭാവം ഇതാടോ. വല്ലാത്ത മനസ്സായിരുന്നു, സഹായിക്കാൻ വല്ലാത്ത മനസ്സായിരുന്നു. ഒരാളെയും വെറും കയ്യോടെ മടക്കാറില്ല, ഒരാളെയും വെറും കയ്യോടെ മടക്കാറില്ല. അല്ലാഹുവേ, ഇന്ന് മുസ്ലിം സമുദായത്തിൽ പലർക്കും ഇല്ലാതെ പോയ ഒരു സ്വഭാവമാണോ സദഖ കൊടുക്കുന്ന ഒരു സ്വഭാവം. അല്ലാഹുവേ, പള്ളികൾക്ക് ചോദിച്ചോ, യതീംഖാനകൾക്ക് വേണ്ടി ചോദിച്ചോ, മദ്രസകൾക്ക് വേണ്ടി ചോദിച്ചോ, പാവങ്ങൾക്ക് വേണ്ടി, ക്യാൻസർ പിടിച്ചു കിടക്കുന്നവർ, കിഡ്നി രോഗികൾ, പ്രയാസങ്ങളിൽ കഴിയുന്നവർ, അവർക്ക് വേണ്ടി ചോദിക്കുമ്പോ പലരും കൊടുക്കാനുള്ള മനസ്സില്ലാതെ പോകുന്നു. എല്ലാവരും വിചാരിക്കുന്നത് കൊടുത്താ കുറഞ്ഞു പോകുമെന്നാ, കൊടുത്താ കുറഞ്ഞു പോകുമെന്നാ. ഉണക്കുകാലം വരികയാണ്. പടച്ചവരെ, കിണറ്റിലെ വെള്ളം പറ്റിപ്പോകുമെന്നുള്ള പേടി കാരണം അയൽവാസികൾക്ക് പോലും വെള്ളം കൊടുക്കാത്ത മുസ്ലിമേ, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കട്, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കട്. വരുന്നവന് വെറും കയ്യോടെ മടക്കരുത്. ഏതെങ്കിലും ഒരു മനുഷ്യന് 3 കാര്യങ്ങൾ ചോദിച്ചാൽ, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കാതെ വെറും കയ്യോടെ മടക്കരുത്. അതിലെ ഒരു കാര്യം വെള്ളമാ സഹോദരാ. ഉണ്ടെങ്കിൽ കൊടുക്കട്, ഉണ്ടെങ്കിൽ കൊടുക്കട്.